പ്രിയമുള്ളവരെ, 1930 കോട്ടദേശത്ത് ഒരു ക്രൈസ്തവ സമൂഹം ഉടലെടുത്തപ്പോൾ ദൈവം ഈ പ്രദേശത്തിന് നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചുത്രസ്യ പുണ്യവതിയാണ്. കൊച്ചുത്രസ്യ പുണ്യവതി വിശുദ്ധയായിട്ട് 5 വർഷം പൂർത്തിയാകുന്ന അവസരത്തിലാണ് ഈ ഇടവക സ്ഥാപിതമാകുന്നത്. ഈ ഇടവക സ്ഥാപിതമാകുമ്പോൾ ദൈവം ഒരു വരദാനമായിട്ട് ഈ നാടിന് കൊടുത്തത് കൊച്ചുത്രസ്യയുടെ കൂട്ടാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഈ കൊച്ചുത്രസ്യ പുണ്യവതി എന്ന് പറയുന്നത് ഈ പോട്ടക്കാരുടെ പുണ്യവതിയാണ്. അത് പോട്ടയുടെ മാത്രമല്ല, ഇവിടെ കടന്നു വരുന്ന സകലർക്കും ഈ പുണ്യവതി വിശുദ്ധയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന ഈ ദേവാലയത്തിൽ നിരവധി പേരാണ് ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം തേടിയെത്തുന്നത്. വിശുദ്ധ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്വർഗത്തിലെ സമയം മുഴുവൻ ഭൂമിയിലുള്ള സകലർക്കും വേണ്ടിയിട്ട് ഞാൻ ചെലവഴിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നും ഒരു മധ്യസ്ഥ. ഈ ഇടവകയുടെ ചരിത്രം പഠിക്കുമ്പോൾ 95 വർഷക്കാലം ഈ ഇടവക മുന്നോട്ട് പോയപ്പോഴൊക്കെ ചരിത്രത്തിൻ്റെ താളുകളിൽ കൊച്ചുത്രസ്യ പുണ്യവതിയുടെ ഇടപെടൽ ഞങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ നാട്ടിലുള്ള സകലരും പറയും, ഇത് ഞങ്ങളുടെ പുണ്യവതിയാണ്, വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന പുണ്യവതി. ഈ പുണ്യവതിയെ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ഈ ഇടവക സമൂഹവും ഈ നാടും മുന്നോട്ടുള്ള യാത്ര നടത്തുന്നത്. ഈ 95 വർഷം പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ വിശുദ്ധ പ്രഖ്യാപനത്തിൻ്റെ 100-ാം വർഷം ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ ഈ തിരുനാൾ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം, ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നന്ദിയുടെ ഒരു ഉണർത്തുപാട്ടാണ്. കഴിഞ്ഞ 95 വർഷക്കാലം ഈ നാടിനെ ചേർത്ത് പിടിച്ച വിശുദ്ധയുടെ തിരുനാൾ ആഗതമാകുകയാണ്. നിങ്ങളെല്ലാവരും എനിക്ക് സ്വാഗതം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ നാട് മുഴുവൻ ഇതിനായിട്ട് ഒരുങ്ങുകയാണ്. ഇത് വിശുദ്ധയുടെ തിരുനാൾ എന്നതിനേക്കാൾ ഉപരി ഓരോ ഇടവകക്കാരുടെയും നാടിൻ്റെയും ദേശീയ ഉത്സവം കൂടിയാണ്. നാനാജാതി മതസ്ഥരെല്ലാം ഒത്തുകൂടുന്ന പോട്ടക്കാരുടെ ഈ ഉത്സവത്തിലേക്ക്, ഈ ആത്മീയ ഉണർവിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. 4-5 തീയതികളിൽ ഈ ഇടവകയിൽ ആഘോഷിക്കുന്ന ഈ തിരുനാൾ എന്നും ഈ ഇടവകയുടെ മാതൃകയായിട്ടുള്ള തിരുനാളായിരിക്കും. ഈ തിരുനാളിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഞങ്ങൾ മുന്നിൽ കാണുകയാണ്. ഇടവക തിരുനാൾ പലപ്പോഴും കടന്നു പോകുമ്പോൾ ആ ഇടവക തിരുനാൾ ആഘോഷങ്ങളിൽ മാത്രം ഭ്രമിക്കാതെ അതൊരു അനുകരണമായി മാറുമ്പോൾ പാവങ്ങളോട് പക്ഷം ചേരണമെന്നുള്ള വലിയ ഒരു ഉൾവിളി ഈ ഇടവക സമൂഹത്തിന്, ഈ നാടിനുണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടവക തിരുനാളിനോടനുബന്ധിച്ച് കാരുണ്യ പ്രവൃത്തിയിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്. ഒരു 5 വർഷത്തിനുള്ളിൽ 10 വീടെങ്കിലും ഞങ്ങൾക്ക് പൂർത്തിയാക്കി വീടില്ലാത്തവന് വീട് കൊടുക്കണം. അതുപോലെ തന്നെ ചികിത്സാ സഹായം കിട്ടാത്ത, ചികിത്സയ്ക്ക് സഹായമില്ലാത്തവരെ ചികിത്സാ സഹായം കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികളുമായിട്ടാണ് ഞങ്ങൾ ഈ തിരുനാളിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. ആ ഒരു സന്ദേശം ഞങ്ങൾ കൊടുത്തപ്പോൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഇടവക ജനത്തെയും നാടിനെയും ഞങ്ങൾ കാണുകയാണ്. തീർച്ചയായിട്ടും ഈ ഇടവക തിരുനാൾ നൽകുന്ന മറ്റൊരു സന്ദേശമാണ് പാവങ്ങളോട് പക്ഷം ചേരാൻ ഓരോ തിരുനാളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വിശുദ്ധ എന്നും ഈ ഇടവകയുടെ മാത്രമല്ല നാടിൻ്റെ മുഴുവൻ ഉണർത്തുപാട്ടായിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ റോസാപുഷ്പങ്ങൾ വർഷിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമാണ് ഞങ്ങളുടെ പുണ്യവതിയെക്കുറിച്ച് പറയാനായിട്ട്. ഈ പുണ്യവതിയുടെ തിരുനാളിൽ പങ്കെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവേശമാണ്. കാരണം ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഈ കൊച്ചുത്രസ്യ പുണ്യവതി. ഇവിടെയുള്ള മനുഷ്യരെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഇടവക ഇത്രമാത്രം ഈ നാട് വളർന്നിട്ടുണ്ടെങ്കിൽ ഈ വിശുദ്ധയുടെ ഒറ്റ ഇടപെടൽ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടവകയുടെ ഏറ്റവും വലിയ സമ്പത്തായിട്ടുള്ള കൊച്ചുത്രസ്യ പുണ്യവതിയുടെ വിശുദ്ധ പ്രഖ്യാപനത്തിൻ്റെ 100-ാം വർഷത്തിൽ ആഘോഷിക്കുന്ന ഈ തിരുനാളിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വിവിധങ്ങളായിട്ടുള്ള പരിപാടികളിലൂടെയാണ് കടന്നു പോകുന്നത്. 4-ാം തീയതിയാണ് അഭിവന്യ കോട്ടപ്പുറം ബിഷപ്പ് ഇവിടെ കടന്നു വരുന്നതും അതുപോലെ തന്നെ 2500-ഓളം വരുന്ന പ്രസിഡന്റിമാർ തിരുനാൾ ഏറ്റെടുക്കുന്നതും അന്നത്തെ ദിവസത്തെ വലിയൊരു ആത്മീയമായിട്ടുള്ള ഉണർവാണ്. അതുപോലെ തന്നെ അതിനെ തുടർന്ന് നടത്തുന്ന പ്രദക്ഷിണങ്ങൾ, അതുപോലെ പിറ്റേ ദിവസം തിരുനാൾ ദിവസം നടത്തുന്ന തിരുനാൾ കുർബാനകൾ എല്ലാം ഭക്തി നിർഭരമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന സകലർക്കും ഊട്ടുനേർച്ച നടത്താനായിട്ട് ഈ തിരുനാൾ കഴിയട്ടെ, ഈ തിരുനാളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ആ ഊട്ടുനേർച്ചയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതിനെ തുടർന്ന് വരുന്ന പ്രദക്ഷിണം, അത് ഈ ഭക്തിസാന്ദ്രമാക്കി ഈ തെരുവീതിയിലൂടെ വിശുദ്ധയുടെ രൂപവും വഹിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ ഈ നാടിനെ മുഴുവൻ അനുഗ്രഹിച്ചു പോകുന്ന വിശുദ്ധയുടെ സാന്നിധ്യമാണ്. ഈ എല്ലാ തിരുക്രമങ്ങളിലേക്കും പരിപാടികളിലേക്കും നിങ്ങളേറെ സ്നേഹത്തോടെ
ഇടവക വികാരി എന്ന നിലയിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യണം. ഇതിനായി കഠിനാധ്വാനം ചെയ്യുന്ന നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദനങ്ങൾ, അതുപോലെ തന്നെ പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള ആശംസകൾ നൽകുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ.